പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. ഇത് പ്രകാരം ഈ യുവ ഡോക്ടറും വേടനും തമ്മിൽ ഇൻസ്റ്റഗ്രാമിലൂടെ 2020-21 കാലഘട്ടത്തിൽ പരിചയപ്പെട്ടതാണ്. ആ പരിചയത്തിനൊടുവിൽ വേടൻ ഈ ഡോക്ടറുടെ കോഴിക്കോടുള്ള ഫ്ളാറ്റിലേക്ക് എത്തുകയും അവിടെ നിന്ന് ഈ ഡോക്ടറെ ആദ്യം ബലാത്സംഗം ചെയ്തു എന്നാണ് മൊഴി. ആ ബലാത്സംഗത്തിന് ശേഷം വേടൻ ഇവരെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. പിന്നീട് കോഴിക്കോടും കൊച്ചിയിലുമൊക്കെ പല സ്ഥലങ്ങളിൽ വെച്ച് വേടന്റെ പ്രോഗ്രാമുകളുള്ള സമയത്തും അല്ലാത്തപ്പോഴുമൊക്കെ ഈ ഡോക്ടറുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഒടുവിൽ 2023 അവസാനമായപ്പോഴേക്കും ഈ ഡോക്ടർ ടോക്സിക് ആണെന്നും പൊസസീവ് ആണെന്നും ഒക്കെ പറഞ്ഞ് അവരെ വേടൻ ഒഴിവാക്കുകയായിരുന്നു. അതിനുശേഷം വലിയ ഡിപ്രഷനിലേക്ക്, വലിയ പ്രശ്നങ്ങളിലേക്കും വിഷാദത്തിലേക്കും ഒക്കെ പോയി എന്നാണ് ഡോക്ടർ പറയുന്നത്. പിന്നീട് പലതവണ ചികിത്സ തേടി ഈ വീട്ടിൽ ഒറ്റയ്ക്കിരുന്നു. അതിനൊക്കെ ശേഷം ഒടുവിൽ ഈ വേടനെതിരെ കഴിഞ്ഞിടയ്ക്ക് 2 കേസുകൾ വന്നിരുന്നു. വനംവകുപ്പിന്റെ കേസ്, അതിനൊപ്പം ഈ ലഹരി കേസ്. അതിനിടയിൽ ആ സമയത്ത് ഒന്നിലേറെ സ്ത്രീകൾ വേടനെതിരെ നേരത്തെ ഉണ്ടായിരുന്ന മീറ്റു ആരോപണങ്ങളിൽ വീണ്ടും പ്രതികരിച്ചൊക്കെ രംഗത്ത് വന്നിരുന്നു. അതിൽ എന്താണ് ചോദിച്ചൊക്കെ ആ ആരോപണത്തിന് പിന്നാലെയാണ് ഈ സ്ത്രീ ഈ ഡോക്ടർ ഇപ്പോൾ